ഹായ്, ആം തിര. ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നതാണ്. എനിക്കറിയില്ല ഇത് വലുതാവോ ചെറുതാവോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാനിന്ന് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ, എനിക്ക് ആ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ട് ഓക്കെ ആവുന്ന സിറ്റുവേഷനും ഡിസ്കംഫോർട്ടാവുന്ന സിറ്റുവേഷനും ഒക്കെ പറ്റി ഞാൻ പറയാൻ വന്നതാണ്. ഓക്കെ. എനിക്ക് ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചെടുക്കുമ്പോൾ തന്നെ വീഡിയോ ലാഗായി പോവും. അങ്ങനെ ലാഗാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഉള്ളിലെ കാര്യം ഞാൻ പറയാൻ വന്നതാണ്. എൻ്റെ ഉള്ളിലെ കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ ഞാൻ പറയാൻ വന്നതാണ്. ഓക്കെ, ഞാൻ ഇച്ചിരി തടിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തടിച്ചിട്ടുമാണ് എൻ്റെ ബ്രസ്റ്റ് സൈസും ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രസ്റ്റ് സൈസ് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഡിസ്കംഫോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ജിമ്മിൽ പോയി ബോഡി കുറയ്ക്കുക, ബ്രസ്റ്റ് സൈസ് കുറയ്ക്കുക എന്നൊക്കെ പറയും. ബട്ട് ഞാനിതിൽ ഓക്കെയാണ്. എൻ്റെ ബോഡി ഷേപ്പിലും എൻ്റെ ഈ ബ്രസ്റ്റിലൊക്കെ ഞാൻ ഓക്കെയാണ്. ബട്ട് ഇത് പുറത്ത് നിൽക്കുന്നവർക്ക് അത് ഭയങ്കര ഓക്കെ അല്ല. അവർ ഭയങ്കര ഡിസ്കംഫോർട്ടാണ്. എനിക്കറിയില്ല, മേ ബി ഞാൻ നെക്കിറങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഈ ആക്ച്വലി അവർക്കൊരു ഇത്രയും ഭാഗം കണ്ടാൽ മതി. അവർക്ക് ഭയങ്കര ചെക്കന്മാർ മീൻസ് എല്ലാവരും ഞാൻ പറയുന്നില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു തരം ആൾക്കാരുണ്ട്. ആൾക്കാർ പറയുമല്ലോ, മറ്റേ പകൽമാന്യൻ എന്ന് പറയുമല്ലോ, അതുപോലെ നമ്മൾ ഈ കൊച്ചിയിലാണ് നിൽക്കുന്നത്. ഈ കൊച്ചിയിൽ തന്നെ രാത്രി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിങ് കാരണം, എൻ്റെ ബോഡി ഷേപ്പ് കാരണം ഒക്കെ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ക്യൂൻസ് പാർക്ക് ഫീൽഡിൽ ഇപ്പം പോലീസുകാരും ഒക്കെ ഉണ്ട്. ബട്ട് ഇവരുടെ ഇടയ്ക്ക് കിടന്ന് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ചെക്കന്മാരുണ്ട്. ഈവൻ ഈ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ വന്നിട്ട് ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ ഇവിടെ ക്യൂൻസ് പാർക്ക് ഫീൽഡിൽ പോകാറുണ്ട്. പോകുമ്പോൾ നമ്മളവിടെ എവിടെയെങ്കിലും ഇരിക്കും. അപ്പോൾ ഈ കൈനടിയ ഒരു 1 hour ഒരു 4-5 ഗ്രൂപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ. അന്ന് ഞാനൊരു ഇച്ചിരി നെക്കൊക്കെ ഇറങ്ങി ഉള്ളൊരു ഡ്രസ്സും ഷോർട്ട് ഡ്രസ്സായിട്ടിരുന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നു. നോക്കുന്നതിന് പ്രശ്നമില്ല, നോക്കിക്കോ. ലൈക്ക് അവരുടെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു 10 minutes ഓക്കെ, ഒരു 10 seconds നോക്കാം. ഒരു 3 hour 4 hour ഇവരിരുന്ന് നോക്കുന്നതിൻ്റെ ഇതെനിക്കറിയില്ല എന്തുകൊണ്ടാണ് നോക്കുന്നത്. എനിക്കത് ഓപ്പണായിട്ട് പറയാം, ബട്ട് വേണ്ട. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ പിന്നെ എണീറ്റു പോവാറായപ്പോൾ അതിലൊരാൾ ചോദിച്ചു, ഓക്കെ പോവാണോ എന്ന്. അപ്പം നമ്മൾ ഒന്നും മിണ്ടില്ല. അഗെയിൻ വീണ്ടും ചോദിച്ചു, പോവാണോ? അപ്പോൾ എൻ്റെ റൂംമേറ്റ് ചോദിച്ചു, എന്താ ചേട്ടന് പറയേണ്ടത്, ഒത്തിരി നേരമായല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഒരു വള്ളി പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒരു വള്ളി കിട്ടണം എന്നുള്ളൊരു ഇത് നിൽക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞു, ഓക്കെ നമ്മൾ പോലീസ് അടുത്തുണ്ട്, പോലീസിനോട് ഇച്ചിരി ഡിസ്റ്റൻസ് വിട്ടാൽ പോലീസ് നിൽക്കുന്നത്, നമ്മൾ പോയി പറയാം ഇവിടെ. അപ്പോൾ ഇവർ തന്നെ എന്തൊക്കെ കിടന്ന് ബ്ലാ 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 അവരുടെ സൈഡ് അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ദെൻ അവർക്ക് മനസ്സിലായി നമ്മൾ എന്തായാലും പോയി പറയുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇവർ പോയി ഇതിലൊരു ആൾ പറഞ്ഞു, ഓക്കെ നിന്നെയൊക്കെ വഴിയിൽ വെച്ച് കിട്ടും, നമ്മൾ എടുത്തോളാം. എനിക്കറിയില്ല, അവർക്കൊരു ഫ്രസ്ട്രേഷൻ വന്നിട്ട് അവർക്കത് കിട്ടാതാവുമ്പോൾ ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്.
എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ബ്രസ്റ്റ് സൈസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി എനിക്കത് കംഫർട്ടാണ്. ചില ടൈം മാത്രം എനിക്കത് ഡിസ്കംഫർട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻസാണ്. കമൻ്റ് അടിക്കുക, ഓക്കെ അതൊക്കെ ഫൈനാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു 1 hour 2 hour ഒക്കെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി എനിക്ക് പോയി ചോദിക്കണമെന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിനൊക്കെ പോയി സംസാരിക്കാൻ നിന്നാൽ പിന്നെ നമുക്കതിനെ സമയം കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഞാനിത് ലീവ് ചെയ്ത് വിടും. ഈവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലും ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഡിക്കിൻ്റെ ഫോട്ടോ അയച്ചു തരാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഫേക്ക് പ്രൊഫൈൽ ചെയ്യുന്ന ആരും ഇവരുടെ ഒറിജിനൽ പ്രൊഫൈൽ ചെയ്യുന്നതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുമേ, ഇവർക്ക് ഇത് അയക്കാൻ നേരത്ത് ഇവരുടെ മൈൻഡ് എന്തായിരിക്കും എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകും. മേ ബി എന്നെ അറിയാമെന്നുള്ളവരായിരിക്കാം, അറിയില്ലാത്തവരായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഈവൻ ഇവരുടെ ഈ പ്രൗൺ വീഡിയോസ് വരെ എനിക്ക് അയച്ചു തരാറുണ്ട്. എനിക്കറിയില്ല എനിക്കിതൊക്കെ എന്തിനാണ് അയച്ചു തരുന്നതെന്ന്. ഈവൻ ഞാനിപ്പോൾ കൊച്ചിയിൽ നിൽക്കുന്നത് തന്നെ ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനും എനിക്ക് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് എനിക്ക് മോഡലിംഗ് ചെയ്ത് ഫിലിം ഫീൽഡ് എനിക്ക് ട്രൈ ചെയ്യണമെന്നാണ്. ബട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ഞാൻ എന്താണ് കൊച്ചിയിൽ ചെയ്യുന്നത്, ഞാനിവിടെ എന്താണ് പരിപാടി, ഞാൻ ഇനി വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ എന്താ പറയുക അതിന്, ഇവരുടെ ടെൻഷൻ ഇതൊക്കെയാണ്. ഞാൻ കൊച്ചിയിൽ എന്ത് ചെയ്യുന്നു, എനിക്കെൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഒക്കെ ഇവരുടെ ടെൻഷനാണ്. എന്നാൽ ഇവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം, അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊന്നും ഇവരിതൊന്നുമല്ല നോക്കുന്നത്. തിര എന്ത് ചെയ്യുന്നു, തിര കൊച്ചിയിൽ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവരുടെ ടെൻഷൻസ്. എൻ്റെ ഇത് എന്താണ്, ഞാൻ ചില ടൈം ഇതൊക്കെ ഞാൻ ആലോചിക്കും, ചില ടൈം ഞാനതങ്ങ് വിടും. എനിക്ക് ഇതിൻ്റെ പുറകിൽ നടന്ന് ഒരാവശ്യമില്ല. ഈവൻ എനിക്ക് എൻ്റെ ഒരു കോളേജ് ഫ്രണ്ടിൽ നിന്ന് പോലും എനിക്ക് വിയേർഡായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ബട്ട് ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് എൻ്റെ ടെലിഗ്രാമിൽ എന്നെ അറിയാമെന്നുള്ള പേഴ്സൺസിനെ വച്ചിട്ട് എന്താണ് ഈ ഒരു വ്യക്തി മെസ്സേജ് അയക്കും വിയേർഡായിട്ട്. ഈവൻ അത് കണ്ടുപിടിച്ചു, ആരാ ഏതാ, ഞാനതൊന്നും പറയുന്നില്ല ആരാ ഏതാതൊന്നും. അപ്പം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, എന്നെ അറിയാമെന്നുള്ള ആൾക്കാർ വരെ എന്നെ ലൈക്ക് ഞാൻ വേറെ എന്തോ ആണ്, ഞാൻ വേറെ എന്തോ വഴി ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ഞാനിതൊന്ന് മൈൻഡ് ചില ടൈം ഞാൻ മൈൻഡ് ചെയ്യും, ചിലപ്പോൾ ഞാനതങ്ങ് വിടും, അത്രേ ഉള്ളൂ. എന്താ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കുന്നത്, ഓക്കെ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ന്യൂഡാണോ, ന്യൂഡ് ഫോട്ടോസാണോ? അപ്പോൾ എനിക്കിതിനൊന്ന് മറുപടി പറയാൻ എനിക്ക് വയ്യ. ആക്ച്വലി അതിൽ എൻ്റെ നോർമൽ ഫോട്ടോസാണ്. ആരും ഇതിൽ ന്യൂഡാണെന്നും പറഞ്ഞ് ഇതിലാരും സബ്സ്ക്രിപ്ഷൻ ചെയ്യണ്ട. ലൈക്ക് ന്യൂഡ് ഫോട്ടോസ് ഇടുന്ന ഒത്തിരി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നെ ലൈക്ക് ന്യൂഡാണെന്നുള്ളൊരിതിൽ എന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. എൻ്റെ ഒരു സ്റ്റൈൽ കണ്ടൻസാണ് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ഈ വക കാര്യങ്ങളൊന്നുമല്ല.
ഓക്കെ, അങ്ങനെ ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഈവൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും ഞാൻ തടിച്ചിട്ടാണ് ഇങ്ങനെ പറയും, ഓക്കെ ഡോറിൻ്റെ കട്ടള മാറ്റണോ, തടിച്ച് വരുവാണ്, കട്ടള മാറ്റണോ, വഴി കൂട്ടണോ എന്നൊക്കെ. ലൈക്ക് മേ ബി അവർ തമാശയ്ക്ക് പറയുന്നതാവാം, പക്ഷേ എനിക്കിത് ചില ടൈം എനിക്ക് നല്ലപോലെ ഫീൽ ആവുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ബോഡിയിൽ ഞാൻ ഓക്കെയാണ്, പിമ്പിൾസിൽ ഓക്കെയാണ്, ഹെയർ, എൻ്റെ കേട്ടോ ഡാർക്ക്നെസ് ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്. എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ മാറത്തില്ല. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ജിമ്മിൽ പോകാൻ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനതിൽ ഓക്കെയാണ്. സോ അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകത്തില്ല. എനിക്ക് അത്ര ഡിസ്കംഫോർട്ട് ആകുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മേ ബി ഞാൻ ജിമ്മിൽ പോകും, മേ ബി. ഇപ്പോൾ ഞാൻ ഓക്കെയാണിതിൽ. എനിക്ക് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യേണ്ട. ഈവൻ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, ആരെയും എനിക്ക് അവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാരക്ടർ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് എന്താണോ ഇടാൻ തോന്നുന്നത് ഞാനതിടും. എൻ്റെ ഫേസ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇതാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്. ഇതൊക്കെയുള്ളൂ, ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയല്ല, ഇനിയുണ്ട് കാര്യങ്ങൾ. ഇത് വീഡിയോ ലോങ്ങായി പോവും. സോ അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറഞ്ഞു തരാം എൻ്റെ കാര്യങ്ങളും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എന്നെപ്പറ്റി ഒത്തിരി ആൾക്കാർക്ക് അറിയണം. ഞാൻ എന്താണ്, ഏതാണ്, എവിടെ നിന്നാണ്, എൻ്റെ പേര് തിറ എന്ന് പറയുന്നത് ഒറിജിനലാണോ എന്നൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേർക്ക് അറിയണമെന്നുണ്ട്. അങ്ങനെയുള്ളവർ എന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുമല്ല ട്രൈ ചെയ്യും. അപ്പോൾ എൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ യൂട്യൂബ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ലൈക്ക് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് എടുത്തേക്കിടാം. ഞാനിതൊന്നും ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു ഫാഷൻ വ്ളോഗ് ആയിരിക്കണമെന്നായിരുന്നു എൻ്റെ ഇത്. ബട്ട് എനിക്കറിയില്ല ഞാൻ ഏത് തരം വ്ളോഗറായിരിക്കുമെന്ന്. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ, സീ യു.